സച്ചിദാനന്ദൻ കേരളത്തിലെ UDF തരംഗമാണെന്ന് പറയുന്നു. ഒപ്പം ഇവിടെ 1 തൊട്ട് 3 വരെ സീറ്റുകൾ BJP നേടും എന്നും പറയുന്നു. പ്രധാനപ്പെട്ട സർവേകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സർവേ അനുസരിച്ച് 3 വരെ BJP നേടാം, 17 UDF, 0 LDF. ഇനി ന്യൂസ് 18 വന്നാൽ 15 മുതൽ 18 വരെ സീറ്റുകൾ UDF നേടാം, 1 മുതൽ 3 വരെ സീറ്റുകൾ NDA നേടാം, 2 മുതൽ 5 വരെ സീറ്റുകൾ LDF നേടാം എന്നാണ് ന്യൂസ് 18 സർവേ പ്രകാരം പറയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ സർവേയിൽ ഏറ്റവും പാളിപ്പോയതും ന്യൂസ് 18 സർവേ ആണെന്ന് ഓർത്തെടുക്കേണ്ടി വരുന്നു. കാരണം അന്ന് 12 മുതൽ 15 സീറ്റ് വരെ LDF നേടും എന്നായിരുന്നു കണക്ക് കൂട്ടലെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പരാജയപ്പെട്ടു പോയി. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ വലിയ പ്രതീക്ഷ വേണ്ടെന്നാണോ ആദ്യ 2 സർവേകൾ സൂചിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു സർവേ 3 സീറ്റ് വരെ നേടുമെന്ന് BJP നേടുമെന്ന് പറയുന്നു, അടുത്ത സർവേയിലും 1 മുതൽ 3 വരെ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ചലനം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന കൃത്യമായ സൂചന. ഒരു കാരണവശാലും BJP അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഇടതുമുന്നണിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ BJP ഇക്കുറി എന്തായാലും അക്കൗണ്ട് തുറക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു കാരണവശാലും കേരളത്തിൽ BJP എന്താണ് ഇത്ര ആത്മവിശ്വാസം അങ്ങനെ സംഭവിക്കില്ലെന്ന്? ഞങ്ങൾക്ക് അതിന് ഉറപ്പുണ്ട്. കേരളത്തിൽ ഒരിക്കലും BJP കേരളത്തിലെ മതേതര ജനാധിപത്യ ചിന്താഗതിയുള്ളവര് ഭാരതീയ ജനതാ പാർട്ടിയുടെ രംഗത്തിന് വോട്ട് ചെയ്യത്തില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായ വിശ്വാസം. പിന്നെ എക്സിറ്റ് പോൾ വരട്ടെ, 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയി ഇലക്ഷൻ നേരിട്ടു, പരാജയമായി. അന്ന് എല്ലാ എക്സിറ്റ് പോളുകളും BJP. ബലദേവ്, അവിടെ താങ്കളുടെ വീട്ടിലെ TV വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ മ്യൂട്ട് ആക്കണം പ്ലീസ്. ഇവിടെ നെറ്റിന് ഇച്ചിരി കംപ്ലൈന്റ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നും. പ്ലീസ് കണ്ടിന്യൂ. ഇവിടെ തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊന്നും ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു പാർട്ടിയായിട്ടും തെക്കേ ഇന്ത്യയിൽ അവർക്കുണ്ടായിരുന്ന സീറ്റുകൾ, കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള, ആ സീറ്റുകളൊക്കെ കുറയും. തെക്കേ ഇന്ത്യയിൽ അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി BJP ആണ്. ഇപ്പോൾ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് BJPക്കാണ്. അതിൽ നിന്ന് വളരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടു ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ പറഞ്ഞതുപോലെ കർണാടകത്തിൽ വലിയ ചലനം ഉണ്ടാക്കുന്ന പറഞ്ഞത് ഇന്ത്യ സഖ്യം, പക്ഷേ BJPക്ക് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വന്ന സർവേ ഫലങ്ങൾ അങ്ങനെയാണ്. ഞാനൊന്ന് ബലദേവ് ഒരു നിമിഷം, 4 സർവേകൾ ഇപ്പോൾ കേരളത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, LDF 0 to 1, UDF 17-18 സീറ്റുകൾ, NDA 2 മുതൽ 3 സീറ്റുകൾ വരെ. ടൈംസ് നൗവിൻ്റെ സർവേ പ്രകാരം 4 സീറ്റുകൾ ഇടതുപക്ഷം നേടാം, 14-15 സീറ്റുകൾ UDF നേടാം, 1 സീറ്റ് NDA BJP സഖ്യം നേടാം. ഇന്ത്യ TVയുടെ സർവേയിലേക്ക് വന്നാൽ, എക്സിറ്റ് പോളിലേക്ക് വന്നാൽ 3 മുതൽ 5 സീറ്റുകൾ വരെ LDF നേടാം, 13 മുതൽ 15 വരെ UDF നേടാം, 1 മുതൽ 3 വരെ NDA നേടാം. ABPയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു, LDF വട്ടപൂജ്യം, UDF 17, NDA 1 മുതൽ 3 വരെ. എന്തായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള കൃത്യമായ സൂചന. ചുരുങ്ങിയ പക്ഷം ഒന്നെങ്കിലും കിട്ടുമെന്നുള്ള എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ടല്ലോ. അതാകട്ടെ ജനറലി 5-ൽ 4 സർവേകളും 3 സീറ്റ് വരെ നേടാമെന്ന് പറയുന്നു. അതെ, 1 തൊട്ട് 3 വരെ. അപ്പോ അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇനിയും പറയുന്നതിൽ അർത്ഥമില്ല. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 99 സീറ്റ് കിട്ടുമെന്ന് ആരും പറഞ്ഞില്ല. എല്ലാവരും 80-85 കൂടുതലൊന്നും ആരും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിക്ക് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. വളരെ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഞങ്ങൾ വിജയിക്കുന്നുള്ള ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. 2003 ദിവസം കൂടെ കാത്തിരുന്നാലല്ലോ. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലല്ല തെക്കേ ഇന്ത്യയിൽ കനത്ത തിരിച്ചടി കിട്ടും. കർണാടകത്തിന്റെ നിലവിലുള്ള 25 സീറ്റ് അതിന്റെ പകുതി പോലും ഇപ്രാവശ്യം കിട്ടില്ല. കോൺഗ്രസ് വളരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, കർണാടകത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന പറയുന്നത്. എക്സിറ്റ് പോളുകളുടെ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. എക്സിറ്റ് പോളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം എക്സിറ്റ് പോൾ പരിപൂർണമായിട്ട് ഇപ്രാവശ്യം തെറ്റും. കാരണം പ്രീ പോൾ പറയാനായിരുന്നു, ആ പ്രീ പോളും എക്സിറ്റ് പോളും ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നില്ല. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിൽ നിങ്ങൾ പറയുന്നത് പോലെ 2019-24 മുന്നണിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം
അന്നും അതിനകത്ത് തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഈ പറഞ്ഞ സഖ്യമുണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യമില്ലായിരുന്നു. ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുമായിട്ട് പഞ്ചാബിൽ സഖ്യമില്ല. ഒരു സ്റ്റേറ്റ് തമിഴ്നാട്ടിൽ 39 സീറ്റ് ഞങ്ങൾ പിടിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ മുന്നണിയിലെ ശക്തമായിട്ട് നിന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടായിരുന്നു. ആ 39 സീറ്റ് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു. അവിടെ AIADMK BJP മുന്നണി കിട്ടിയത് ഒരു സീറ്റാണ്. അത് AIADMKയുടെ സീറ്റാണ്. BJPക്ക് സീറ്റ് കിട്ടിയത് ഒന്നുമില്ല. ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും അതുപോലെ തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിക്ക് അവർ രൂപീകരിച്ച പോലെ ആ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാണ്. പക്ഷേ ആ പഴയതിനേക്കാൾ വലിയ ശക്തമായ മുന്നണിയല്ല ഇപ്പോൾ. കാരണം പുറത്ത് മാത്രമായിരുന്നു ചർച്ചകൾ. പ്രധാനപ്പെട്ട പല കക്ഷികളും, തൃണമൂൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട കക്ഷിയിൽ 22 MP-മാരുള്ള പശ്ചിമ ബംഗാൾ, അവര് ഈ സഖ്യത്തിന് ഏകദേശം പുറത്തു നിൽക്കുകയാണെന്ന് പറയാം. അതുപോലെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഈ സഖ്യത്തിന് പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ പല പ്രദേശങ്ങളിലും ഇന്ത്യ മുന്നണിയെ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ സഖ്യം രൂപപ്പെടുത്താൻ അവർ സച്ചിദാനന്ദത്തിലേക്ക് വരാം എന്ന് തോന്നുന്നു. ഏതായാലും അനിൽ നമ്പ്യാർ, വലിയ ഒരു ചേഞ്ച്, ഒരു മാറ്റത്തിന്റെ സൂചന. 6 സർവേകൾ, ഞാൻ കേരളത്തിലേത് മാത്രമാണ് പറയുന്നത്. നമുക്കിപ്പം അല്ലാതെ വന്നത് റിപ്പബ്ലിക് TVയുടേത് മാത്രമാണ് കൃത്യമായി വന്നത്. 350 സീറ്റുകൾ NDA, 154 സീറ്റുകൾ ഇന്ത്യ സഖ്യം. മറുവശത്ത് എന്തായാലും മൂന്നാം ഊഴം അത് ഉറപ്പിക്കുന്നതാണ് ആദ്യ സർവേ ഫലം. അതിപ്പോൾ റിപ്പബ്ലിക് ആണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താം നിങ്ങൾക്ക്, അത് ഒരു ആത്മവിശ്വാസത്തിന്റെ കാര്യമാണ്. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ 6 സർവേകൾ, 1, 2, 3, 4, 5 സർവേകൾ പുറത്തു വരുന്നു. അതിൽ ഇന്ത്യ ടുഡേ ആക്സിസ് പറയുന്നത് LDFന് 1 സീറ്റ് കിട്ടാം എന്നാണ്. UDFന് 17 അല്ലെങ്കിൽ 18 സീറ്റുകൾ, NDAക്ക് 2 മുതൽ 3 വരെ, 2 മുതൽ 3 വരെ സീറ്റുകൾ. അപ്പോൾ 2 മുതൽ എന്ന് പറയുമ്പോൾ 1 ഉറപ്പിച്ചു എന്നല്ലേ അർത്ഥം? തീർച്ചയായും ഒരു സീറ്റ് ഉറപ്പിച്ചു എന്നൊരു അർത്ഥമാണ് അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ടൈംസ് നൗവിലേക്ക് വന്നാലോ 4 സീറ്റുകൾ ആരെങ്കിലും ഒരാൾ പറയേണ്ട NDAക്ക് 0 ഇവിടെ LDFന് 0 എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് NDAക്ക് 2ഉം 3ഉം ഒക്കെ പറയുന്നത്. എന്തായാലും BJPക്ക് വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ബലദേവ് ഇപ്പോഴും പറയുകയാണ് അക്കൗണ്ട് തുറക്കില്ല എന്ന്. നമുക്ക് ഉല്ലാസ് ബാബുലേക്ക് പോയാലോ? അവിടെയാണല്ലോ പ്രതീക്ഷയുടെ. ഉല്ലാസ് ബാബു നേരത്തെ 2 സീറ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇതാ 3 സീറ്റ് വരെ BJP നേടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്നാമത്തെ സീറ്റ് ഏതെന്നറിയാൻ കൂടി ആകാംക്ഷയുണ്ട്. അതെ, സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും വിജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉല്ലാസ് ബാബുവിന് അത് തുറന്നു പറയാൻ പറ്റില്ല. കാരണം ഉല്ലാസ് ബാബുവിന്റെ പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉല്ലാസ് ബാബു എങ്കിലും BJP അക്കൗണ്ട് തുറക്കില്ല, കേരളത്തിൽ BJP MP-മാർ കേരളത്തിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു തിരിച്ചടിയല്ലേ ഈ പുറത്തു വരുന്ന സൂചനകൾ? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ശ്രീ അനിൽ നമ്പ്യാർ, BJP MP-മാർ കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്ക് പോകുമെന്നുള്ള അല്ല. അതില് ബൽദേവ് അല്ല, ഠുക്കൂർജി അല്ല, ആരൊക്കെ അതില് അല്ല എന്ന് പറഞ്ഞാലും ബൽദേവ് സച്ചിദാനന്ദൻ ഒരു കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കിക്കോളൂ. അങ്ങയുടെ സഖാക്കന്മാരുടെ വീട്ടിലെ അമ്മമാരുടെ കൈവിരലുകൾ BJPയിലേക്ക് വോട്ട് തന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ വീട്ടിലെ ശക്തമായ അമ്മമാർ ഞങ്ങൾക്ക് വോട്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുകയും ആളുകളാണ് ഞങ്ങൾക്ക് ഇത്തവണ വോട്ട് തന്നിട്ടുള്ളതും ജയിക്കുകയും. കാരണം മടുത്തു എൻ്റെ മക്കളെ, നിങ്ങളെങ്കിലും ശരിയാകുക എന്ന് പറയുമ്പോൾ നാടൻ പ്രയോഗത്തിലൂടെ ആ അമ്മമാർ നൽകിയിട്ടുള്ള സ്നേഹമാണ് ഈ പോളിൽ നിങ്ങൾ കാണുന്നത്. അത് 3-ൽ നിൽക്കാതെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുക മാത്രമല്ല, അത് യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. ഒരു സംശയവും വേണ്ട, BJP MP-മാർ ഡൽഹിയിലേക്ക് പോകും കേരളത്തിൽ നിന്ന്. പിന്നെ ഒരു കാര്യം കൂടി ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞോട്ടെ. കർണാടകയില് മംഗലാപുരത്തെ BJP കാൻഡിഡേറ്റുമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ എന്നെ ജനൻ TVയിൽ കൊടന്നാക്കി തന്നുമ്പോൾ എൻ്റെ കൂടെ ഒരുമിച്ച് അദ്ദേഹം ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വന്നതാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു കർണാടകയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് കർണാടകയിൽ നിങ്ങൾ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല, പക്ഷേ കർണാടകയിൽ BJPക്ക് ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. BJP അവിടെ സുശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ ഇദ്ദേഹം നേരത്തെ
ബൽദേവ്ജി പറഞ്ഞു തമിഴ്നാട്ടിൽ ഞങ്ങൾ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്യും. ഒന്നും സംഭവിക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലും BJP MP-മാരുണ്ടാവും. നിങ്ങൾ സൗത്ത് ഇന്ത്യ BJPക്ക് കടക്കാൻ പറ്റാത്ത ഇടം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് കുറേ ഇഞ്ചക്ട് ചെയ്തു. പക്ഷെ അതൊന്നും ഇപ്പോൾ ജയിക്കാൻ പോകുന്നില്ല, അതൊന്നും ഇപ്പോൾ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. തമിഴ്നാട് അടക്കമുള്ള, കേരളം അടക്കമുള്ള, തെലുങ്കാന അടക്കമുള്ള, ആന്ധ്രയടക്കമുള്ള, കർണാടക അടക്കമുള്ള നിങ്ങൾ ഞങ്ങൾക്ക് സാധ്യത കുറവ് കൽപ്പിക്കുന്ന ഈ ഏരിയകൾ 100% ഞങ്ങൾ വിശദമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള MP-മാർ ഞങ്ങൾ വാരിക്കൂട്ടും. ആ സീറ്റുകൾ വാരിക്കൂട്ടുന്ന സമയത്ത് അന്ന് നിങ്ങൾ പറയും ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന്. വേറെ ഒന്നും ഇവർക്ക് മറുപടിയില്ലല്ലോ. പിന്നെ കൈരളി ചാനലായിരുന്നു ഇത് പ്രഖ്യാപിച്ചതെങ്കിൽ ബൽദേവ്ജി അത് അംഗീകരിച്ചേനെ. അവർക്ക് സാധ്യമാകില്ല. 543 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പോലും മത്സരിക്കാൻ സാധിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ ഈ എക്സിറ്റ് പോൾ നടത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവർക്ക് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുള്ളൂ. എല്ലാ എക്സിറ്റ് പോളുകളും കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിച്ച് നടത്തിയിട്ടുള്ള അവരുടെ റിപ്പോർട്ടുകൾ NDA സഖ്യത്തിൻ്റെ വിജയമാണ് പ്രഖ്യാപിക്കുന്നത്. ആ വിജയം പരിപൂർണമായി യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം വിശകലനം ചെയ്ത് തലനാരിഴ പരിശോധിച്ച് ഒക്കെ ഉണ്ടായെങ്കിലും 41 സീറ്റ് കൂടി 400-ലേക്ക് എത്താനുള്ള സാധ്യതയാണ് എനിക്ക് കാണാൻ കഴിയും. ഒരു സീറ്റ് അധികം കിട്ടുകയാണെങ്കിൽ അത് ബോണസാണ്. അതിൽ പിടിച്ചായിരിക്കും ഇനി പറയുക ഇത് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സർക്കാരിൻ്റെ വിജയമാണ്, ഇടതുമുന്നണിയുടെ വിജയമാണ്, CPM-ൻ്റെ വിജയമാണെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കാൻ പോകുന്നത്. ഒന്ന് കിട്ടിയാലും അത് ഞാൻ പറഞ്ഞ പോലെ ബോണസാണ്. നേരത്തെ കനലൊരു തരി മാത്രമായിരുന്നു, ആരിഫ് മാത്രമായിരുന്നു MP. പക്ഷേ 2 or 3 ആയിക്കഴിഞ്ഞാൽ വലിയ കൊട്ടിഘോഷിക്കലായിരിക്കും ഇവിടെ നടക്കുക. അതിൽ ഗോവിന്ദൻ മാസ്റ്റർ ഇവരുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്ത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ന്യൂസ് 18 ആണെന്ന് തോന്നുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടു, 1 സീറ്റ് കിട്ടിയാലും 2 സീറ്റ് കിട്ടിയാലും അത് ഭരണത്തിൻ്റെ, ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റായിരുന്നു, അതിൽ നിന്ന് 1 സീറ്റ് വർദ്ധിച്ചാലും അത് ഭരണം മികവായിട്ട് അദ്ദേഹം കാണുന്നു. അടുത്ത ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്ക് അത് സാധിക്കും. ഗോവിന്ദൻ മാഷ് പറഞ്ഞു 1 സീറ്റ് കൂടുതൽ കിട്ടിയാലും ഞങ്ങൾ അത് വിജയമായി കാണുന്നു. നോക്ക്, കേരളത്തിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന ഏകദേശം 8 വർഷക്കാലമായി കേരളം ഭരിച്ചിട്ട് അവർക്ക് 1 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാൽ അത് ഞങ്ങളുടെ വിജയമായി കാണുന്നു എന്ന് സംസ്ഥാന സെക്രട്ടറി പോലും ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പരാജയം അവർ അടിവരയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്ക് വിജയം ഉണ്ടാകില്ല കേരളത്തിൽ എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് സർക്കാരിനെതിരെ വരാതിരിക്കാൻ ഒരു പടി മുൻപേ അവർ അതിനെ പറഞ്ഞു. ഇനി EVM മെഷീൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരും. നിസ്സംശയം ഞാൻ പറയാം, കേരള ജനതയോട് 8 വർഷക്കാലം പിണറായി വിജയൻ കാണിച്ച ആ വഞ്ചനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീജനങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി കൃത്യമായി BJPക്കും NDAയുടെയും വോട്ട് ഷെയർ ആയിക്കോട്ടെ, സീറ്റ് ഷെയർ ആയിക്കോട്ടെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുമെന്നുള്ളത് 4-ാം തീയതി ആശ്വാസം. BJPക്ക് ആത്മവിശ്വാസം കൂട്ടുന്നത്, എന്നാൽ LDFന്റെ നെഞ്ചിടിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് അതാണ് തൽക്കാലം പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു 5 സർവേകൾ 5ലും NDA സഖ്യം BJP ഇവിടെ കൂടാൻ സാധ്യതയുണ്ട്, ജനങ്ങൾക്കിടയിലേക്കുള്ള സ്വാധീനം കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള വ്യക്തമായ കൃത്യമായ പ്രവചനങ്ങളാണ് വരുന്നത്. എല്ലാവരും ഇങ്ങനെ 3 പറയുന്നത് വെറുതെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 സീറ്റെങ്കിലും BJP നേടുമെന്ന കൃത്യമായ സൂചനകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സർവേകളിൽ, അതായത് എക്സിറ്റ് പോളുകളിൽ പറയുന്നുണ്ട്. പ്രേക്ഷക കാണുന്നത് പോലെ നിലവിൽ 5 സ്ഥാപനങ്ങൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോദി വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് പ്രതീക്ഷിച്ചതുപോലെ NDA മുന്നണി പ്രതീക്ഷിച്ചതുപോലെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ പറഞ്ഞാൽ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർണാടകയാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും അവിടെ NDAക്ക് തിരിച്ചടി ഉണ്ടാകുകയും എന്ന് പറഞ്ഞാൽ കർണാടകയിൽ ഇത്തവണ കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കില്ല. BJP പ്രതീക്ഷിച്ച പോലെ തന്നെ 23 മുതൽ 25 സീറ്റ് വരെ അവിടെ സുരക്ഷിതമാണ് എന്നതാണ് NDA ക്യാമ്പിന് ആശ്വസിക്കാവുന്ന. 28 സീറ്റുകളിൽ 23 മുതൽ 25 വരെ. ഓക്കെ, അപ്പോൾ അത് വലിയ മുന്നേറ്റമാണോ? മാത്രമല്ല ഉമേഷ്, ഈ തെക്കേ ഇന്ത്യയിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ
പിന്നെ ഇന്ത്യ സഖ്യത്തിനാണ് മേൽക്കൈ എങ്കിലും തമിഴ്നാട്ടിലും BJP സീറ്റുകൾ നേടും എന്നും തമിഴ്നാട് ശ്രദ്ധേയമാണെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം മുന്നണി, ഒരു മൂന്നാം സമവാക്യം എന്ന നിലയിലാണ് തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യധാര ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് തമിഴ്നാടിനെ മാറ്റിയെടുക്കുക, അങ്ങനെയായിരുന്നു NDA സഖ്യത്തിന്റെ ഒരു പോളിസി അവിടെ ഉണ്ടായിരുന്നത്. ആദ്യം ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, പിന്നീട് ചെറുകക്ഷികളൊക്കെ ഈ ദേശീയ തലത്തിൽ NDAയോടൊപ്പം നിൽക്കുന്ന ചില കക്ഷികളൊക്കെ ഒപ്പം ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണി, പുതിയൊരു രാഷ്ട്രീയ ഒരു സംസ്കാരത്തിലേക്ക് തമിഴ്നാടിനെ മാറ്റുക. അതിൽ ഏറെക്കുറെ വിജയം കണ്ടുവെന്ന് എന്തായാലും ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് ആ തരത്തിലേക്ക് പറയാൻ സാധിക്കും. 1 മുതൽ 4 വരെ സീറ്റുകൾ അവിടെ പ്രവചിക്കുന്നുണ്ട്. ഏതാണ്ട് 4-ലധികം സർവേകൾ അത്തരത്തിലാണ് വിലയിരുത്തുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന അവിടെ എങ്ങനെയാണ് അവസ്ഥ? യെസ്, നിലവിൽ എന്തായാലും ഇപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതിൽ ആന്ധ്രാപ്രദേശിലാണ് ഏറെ നിർണായകമായ ശ്രദ്ധേയമായ മത്സരം. അവിടെ NDA വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില മേഖലകൾ, അവിടെ പ്രാഥമികമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് 2 സർവേകൾ 10ഓളം സീറ്റുകൾ എന്ന ഒരു നിർണായകമായ ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരുന്ന നിമിഷങ്ങളിൽ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്ധ്രാപ്രദേശ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഭാരതത്തിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് തമിഴ്നാടും ഒന്ന് ആന്ധ്രാപ്രദേശുമാണ്. ആന്ധ്രാപ്രദേശിൽ ചില കൂട്ടുകെട്ടുകൾ, സമവാക്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് NDA ക്യാമ്പ്. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകൾ. എന്തായാലും കേരളത്തിൽ നിന്നും ഒരു കൈ സഹായം കേരളത്തിൽ നിന്നും ലഭിക്കുന്നതെന്ന് ഇതുവരെ പുറത്തു വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് 1 മുതൽ 3 വരെ സീറ്റുകൾ BJP ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ബീഹാറാണ്. ബീഹാറിൽ 29 മുതൽ 33 സീറ്റ്, ആകെയുള്ള 40-ൽ 29 മുതൽ 33 സീറ്റ് വരെ NDA സഖ്യം നേടുമെന്ന ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യം പറഞ്ഞത് ഇക്കുറി തിരിച്ചടി ഉണ്ടാവാൻ പോകുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്ന് ബീഹാറാണ്. പക്ഷേ അവിടെയും കാര്യങ്ങൾ സുരക്ഷിതമാണ്. ഇപ്രാവശ്യം JDU ഒപ്പമുണ്ട്. അവിടെയാണ് 29 മുതൽ 33 വരെ സീറ്റ് NDA നേടുമെന്ന സർവേ വന്നിരിക്കുന്നത്. ഇന്ത്യ സഖ്യം അവിടെ 7 മുതൽ 10 വരെ സീറ്റ് മാത്രമാണ്. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളിന്റെ ഒരു കണക്ക് ഏറെക്കുറെ ഈ ഇതിൽ തന്നെ ആവണം അവിടുത്തെ ട്രെൻഡ്. കാരണം കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ ഏറെക്കുറെ യഥാർത്ഥ കണക്കുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുകയാണ്. 2019 പരിശോധിച്ചാൽ അവിടെ ആകെ രാജ്യത്ത് മുഴുവൻ 352 സീറ്റാണ് അവർ പ്രവചിച്ചത്. അതിനോട് അടുത്ത് തന്നെ ഏതാണ്ട് 306 സീറ്റോളം ഒക്കെ വരിക, 353 സീറ്റ് NDA സഖ്യത്തിന് നേടാൻ സാധിച്ചു. അപ്പോൾ യഥാർത്ഥ കണക്കുമായി ഏറെക്കുറെയൊക്കെ ഇവരുടെ സർവേ ചേർന്ന് നിൽക്കാറുണ്ട്. അത് NDA ക്യാമ്പിന് എന്തായാലും വലിയ ആശ്വാസം നൽകുന്നതാണ്. 40-ൽ ബീഹാറിൽ 29 മുതൽ 33 സീറ്റ് വരെ. യെസ്, നമുക്കൊന്ന് അനിൽകുമാറിലേക്ക് പോകാം. പ്രൊഫസർ അനിൽകുമാർ, ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് BJPക്ക് തിരിച്ചടി ഉണ്ടാവുന്ന 4 സംസ്ഥാനങ്ങൾ, അത് മഹാരാഷ്ട്രം, കർണാടകം, അതുപോലെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. പക്ഷേ നോക്കൂ, കർണാടകത്തിലടക്കം BJPക്ക് വലിയ മുന്നേറ്റം. ആകെയുള്ള 28 സീറ്റുകളിൽ 23 മുതൽ 25 വരെ സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. അവിടെ ഒടുവിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫേസ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ് ഈ ഹാസൻ MP പ്രജ്വൽ ഒരു വിവാദത്തിൽപ്പെട്ടത്. ഒരുപക്ഷെ അതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ എങ്കിലും കർണാടകത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. മാത്രമല്ല, ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് തെക്കേ ഇന്ത്യയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് പോലും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 4 സംസ്ഥാനങ്ങൾ തിരിച്ചടി ഉണ്ടെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും മേക്കപ്പ് NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഈ സർവേകൾ പലതും ബോണസാണ്. അതായത് ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റുകൾ അതേപോലെ തന്നെ നിലനിർത്തുകയും ഈ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ബോണസായി ലഭിക്കുന്ന സീറ്റുകൾ കൂടി ലഭിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ബോണസ് തന്നെയാണ്. എക്സിറ്റ് പോൾ കണക്കുകൾ മാത്രമാണ്, എന്നാൽ പോലും അതൊരു ബോണസ് തന്നെയാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ച്. തീർച്ചയായും. എങ്ങനെ വിലയിരുത്തുന്നു അനിൽകുമാർ? എല്ലാം മാറ്റിവെച്ച് അക്കാദമികമായി വിലയിരുത്തുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം സീറ്റുകളിലാണ് BJP വിജയിച്ച് കയറിയത്. ഇപ്പോൾ ഹരിയാന എടുത്തു നോക്കുകയാണെങ്കിൽ ഹരിയാന 10 സീറ്റ്, ഡൽഹി എടുത്തു നോക്കുകയാണെങ്കിൽ 7 സീറ്റ്, ഇങ്ങനെ മാക്സിമം BJPക്ക് ഉത്തർപ്രദേശിൽ എടുക്കുകയാണെങ്കിൽ മൊത്തം 80 സീറ്റുകളിൽ സഖ്യം അപനാദൾ ഉൾപ്പെടെ 64 സീറ്റ്. അപ്പോൾ മാക്സിമം ഒരു പാർട്ടിക്ക് സെക്യൂർ ചെയ്യാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നേടാൻ കഴിയുന്ന വോട്ടുകളാണ് BJP ഇവിടെ നേടിയത്. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പുകൾ ചില സീറ്റുകളിലൊക്കെ നഷ്ടം വരാം, ചില സീറ്റുകൾ നേട്ടം വരാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാക്സിമം സീറ്റുകളിൽ ചിലപ്പോൾ നേരിയ കുറവ് ചില സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ഹരിയാനയിൽ, ചിലപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ചെറിയ ചില സീറ്റുകളിൽ കുറവ് വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ ഹരിയാനയിൽ തന്നെ തിരിച്ചടി വന്നാൽ 10 സീറ്റ് നഷ്ടപ്പെട്ടാലും അവിടെ 10 സീറ്റേ BJPക്ക് നഷ്ടമാവുന്നുള്ളൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ള എല്ലാ സർവേകളും കാണിക്കുന്നത് BJP നേരത്തെ ഉണ്ടായിരുന്ന 62 സീറ്റ്, അപനാദൾ ഉൾപ്പെടെ 64 സീറ്റിന്റെ നില മെച്ചപ്പെടുത്തുമെന്നാണ്, 70-ന് മുകളിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ അത് തന്നെ അവിടെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു.
അനുകൂലിക്കുന്നു. ഇവിടെ ചോദിച്ചതുപോലെ തെക്കേ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് വിശകലനം എല്ലാം നടത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യം, BJPക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കർണാടക എന്നുള്ള തരത്തിലാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി എന്നോട് ഭരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആരോപണങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് പിടിച്ച് പോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ. മറ്റൊന്ന്, ഇന്ത്യ മുന്നണി വളരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരെ വളരെ വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് രേവണ്ണ വിഷയമൊക്കെ, പ്രജ്വൽ രേവണ്ണ വിഷയമൊക്കെ വളരെ ശക്തമായി വരികയും ഒക്കെ ചെയ്തപ്പോൾ തുടക്കത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു മൈലേജ് നഷ്ടപ്പെട്ട് പിന്നീട് അവിടെ ഇന്ത്യ മുന്നണി സഖ്യമോ അല്ലെങ്കിൽ എതിർ പ്രതിപക്ഷം വളരെ ശക്തമായി വരും, അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിക്ക് വിരുദ്ധമായിട്ടുള്ള NDA മുന്നണിക്ക് വിരുദ്ധമായിട്ടുള്ള സീറ്റുകളായിരിക്കും അവിടെ കൂടുതലും വിജയം ഉണ്ടാവുക എന്നുള്ള തരത്തിൽ വളരെ വലിയ ചർച്ചകൾ നടന്നു. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് സർവേകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കർണാടകയിൽ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നാണ്. അത് ശരിയാണെങ്കിൽ ഇതൊരു വലിയ സൂചനയാണ് നൽകുന്നത്. ഒരുപക്ഷെ നമ്മൾ കരുതിയതിനേക്കാൾ, അല്ലെങ്കിൽ ഇവിടെ പ്രശാന്ത് കിഷോറൊക്കെ പറഞ്ഞേക്കുന്നത് മാക്സിമം 325 വരെ സീറ്റാണ്. അപ്പൊ അതും കടന്നു പോകാനുള്ള ഒരു സാധ്യത നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം ഇപ്പോൾ ഒരേപോലെ കാണിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ BJPക്ക് സീറ്റ് വർദ്ധിക്കുവാനും വോട്ട് ഷെയർ വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ്. അപ്പൊ ഞാനിത് വളരെ സ്വതന്ത്രമായിട്ടാണ് പറയുന്നത്. എല്ലാവരും കാശ് മേടിച്ച് എല്ലാവരും ചാനലുകൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് എല്ലാവരും ഒരേപോലെ ചെയ്യില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും BJP അനുകൂലിക്കുന്നത് എതിർക്കുന്നതുമായിട്ടുള്ള എല്ലാ ചാനലുകളും സർവേകളും ഒക്കെ സ്റ്റഡികളും ഒക്കെ പറയുന്നത് ഇപ്പം നടത്തിയ മുന്നോട്ട് വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളും അതുപോലെ തന്നെ പ്രീ പോളുകളും സൂചിപ്പിക്കുന്നത് BJP വളരെ വ്യക്തമായ ഭൂരിപക്ഷം നേടി നരേന്ദ്രമോദി 3-0 സർക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ്. തെക്കേ ഇന്ത്യയിൽ നിന്ന് മുൻപില്ലാത്ത വിധം ഉള്ള ഒരു സീറ്റ് വർധനയും അതുപോലെ തന്നെ വോട്ട് ഷെയറിങ്ങിലുള്ള വർധനയും BJPക്ക് ഉണ്ട് എന്നുള്ള സൂചന തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയാൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് NDA അക്കൗണ്ട് തുറന്നിട്ടുണ്ടെങ്കിലും താമര കേരളത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ തീർച്ചയായിട്ടും അത് ഉണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത്. ഒരുപക്ഷെ അത് കേരള രാഷ്ട്രീയത്തെ ആകെ വരും ദിവസങ്ങളിൽ മാറ്റിമറിക്കാൻ പ്രാപ്തമാണ്. ഒരുപക്ഷെ എല്ലാവരും ഭയക്കുന്നത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും BJP കേരളത്തിൽ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന് അധികാരം കിട്ടുകയാണെങ്കിൽ അതുവഴി കേരളത്തിൽ കൂടുതൽ വികസന സാധ്യതകൾ എത്തിക്കുന്നതിനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ BJP നേടുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റെങ്കിലും NDAയുടെ അക്കൗണ്ടിലേക്ക് BJPയിലൂടെ നിന്ന് പോവുക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ, ഇതുവരെ വന്നിട്ടുള്ള സർവേകൾ ഒരു വലിയ സൂചന തന്നെയാണ് നൽകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ നേട്ടം തെക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും അങ്ങനെയെങ്കിലും ആവർത്തിക്കാൻ കഴിയും. കർണാടകയിൽ ഉൾപ്പെടെ ഒരുപക്ഷെ ഈ വന്നിട്ടുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ, എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു NDA വീണ്ടും അധികാരത്തിൽ എത്തും എന്ന്. നോക്കൂ, കേരളത്തിൽ പോലും ചലനമുണ്ടാക്കുന്നു. BJPക്ക് 1 തൊട്ട് 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് തുടക്കം. സന്ദീപ് വചസ്പതി, കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നു. ഹിന്ദി ഹൃദയഭൂമി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നു. തിരിച്ചടി ഉണ്ടാകും എന്ന് കരുതിയ ബീഹാർ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലും BJPക്ക് NDAക്ക് അപ്രമാദിത്വം ഉണ്ടാകും എന്ന് പറയുന്നു. പൊതുവിൽ എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? സ്വാഭാവികമായും BJPയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ ആഹ്ലാദം തരുന്ന ഒരു എക്സിറ്റ് പോൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇത് നാം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന എക്സിറ്റ് പോളുകൾ തന്നെയാണ്. ഇത് ഒരുപക്ഷെ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൂചനയായിരിക്കുമല്ലോ എക്സിറ്റ് പോളുകൾ. നമുക്കറിയാം ഇന്ത്യയുടെ സാഹചര്യത്തിൽ ചിലയിടങ്ങളിൽ എക്സിറ്റ് പോളുകൾ തെറ്റുകയും ചിലയിടങ്ങളിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറിയ പങ്കും നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ടേം എടുത്ത് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ മോറോർലെസ് എല്ലാം കൃത്യമായി വിജയിച്ച ഒരു കണക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളിൽ ഈ വരുന്നത് തീർച്ചയായും ഇന്ത്യയുടെ മനസ്സു തന്നെയാണ്. ഇവിടെ നരേന്ദ്രമോദിയെയും ഭാരതീയ ജനതാ പാർട്ടിയെയും എതിർക്കുക എന്ന ഒറ്റ അജണ്ട ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രവിരുദ്ധ ശക്തികളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന, വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ ജനതയുടെ മനസ്സറിയാതെ നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും എതിർക്കുക, അതിന് ചില കയ്യടികൾ കിട്ടുന്ന ഡയലോഗുകൾ പറയുക എന്നതിനപ്പുറത്തേക്ക് ഗൗരവമായി രാഷ്ട്രീയം പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. സ്വാഭാവികമായും BJP ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി BJP വിജയിക്കണം എന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുമ്പോഴും ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ചില ഗൗരവതരമായ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ നമ്മുടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രതിപക്ഷ പാർട്ടികൾക്കാർക്കും ഇപ്പോൾ അതിനൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ ആരുടെയൊക്കെയോ കയ്യിലെ പാവകളായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
അതുകൊണ്ടാണ് ഇവർക്ക് ഇന്ത്യയുടെ പൾസ് മനസ്സിലാകാത്തത്. ഇന്ത്യൻ ജനതയുടെ ചിന്ത ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനതയുടെ മനസ്സ് എന്താണ് എന്നിവർക്ക് മനസ്സിലാകാതെ പോകുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇന്ത്യ ചിന്തിക്കുന്നതിന് വിപരീതമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ചിന്ത എന്നാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അവർ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കം BJPക്ക് കാലിടറാൻ പോകുന്നു. ചില രാഷ്ട്രീയ വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ, പണ്ഡിറ്റുകളുടെ ഒക്കെ കണക്കുകൾ വളരെ കൗതുകകരമായിരുന്നു. അവർ പറഞ്ഞത് ഇനിയും ഒരിക്കൽ എന്തായിരുന്നു രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, BJP അതിന് എത്താവുന്നതിൻ്റെ പരമാവധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെ, മാക്സിമം ആയിരിക്കുന്നു BJP. ഇനി എവിടേക്കും ഇൻറോഡ്സ് ഉണ്ടാക്കാൻ BJPക്ക് ശേഷിയില്ല. ഉത്തർപ്രദേശ് BJPക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി, ഗുജറാത്ത് പരമാവധി, ബീഹാർ പരമാവധി, മധ്യപ്രദേശ് പരമാവധി, രാജസ്ഥാൻ പരമാവധി, ഇതാണ് ഇന്ത്യയുടെ, മഹാരാഷ്ട്ര പരമാവധി. അപ്പോൾ ഏകദേശം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ BJP അതിൻ്റെ വളർച്ചയുടെ അല്ലെങ്കിൽ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പരമാവധി എത്തിയിരിക്കുന്നു. ഇനി ഒരിടത്തേക്കും BJPക്ക് വളർച്ചയില്ല, ഇത് താഴേക്ക് പോകാനാണ് സാധ്യത എന്നതായിരുന്നു ഇവരുടെയൊക്കെ വിശകലനത്തിൻ്റെ ഒരു അടിസ്ഥാനമായി ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കാണുന്ന കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ എല്ലാ കണക്കുകളും പുറത്തു വന്ന എല്ലാ കണക്കുകളും അനുസരിച്ച് പാൻ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലായിടത്തും സീറ്റുകൾ കൂടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് കേരളം. നമുക്കറിയാം, കേരളം എന്നുള്ളത് ഒരിക്കൽ പോലും BJPയുടെ താമര വിരിയില്ല എന്നിവർ അഹങ്കരിച്ച് നടക്കുന്ന കേരളത്തിൽ BJP വിജയിക്കുമെന്ന് പറയുന്നു. തമിഴ്നാട്, ഒരുപക്ഷെ കേരളത്തോടൊപ്പം തന്നെ നാം ചേർത്ത് വായിക്കേണ്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഒരിക്കൽ പോലും, കാരണം ഇത്തവണത്തെ തമിഴ്നാട്ടിലെ BJPയുടെ അവസ്ഥ നാം ഒന്ന് പഠിക്കേണ്ടതാണ്. അവിടെ AIDMKയും DMKയും അടക്കമുള്ള എല്ലാവരും പ്രതിപക്ഷം നിൽക്കാണ്. ഒരുപക്ഷെ കേരളത്തിന് സമാനമായ അവസ്ഥയിലായിരുന്നു. നേരത്തെ തമിഴ്നാട്ടിൽ BJP വിജയിച്ചതൊക്കെ DMKയോടൊപ്പം ചേർന്ന് നിന്നപ്പോഴൊക്കെയാണ് MP മാരുണ്ടായത്. പക്ഷേ ഇത് BJP ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്തു തെളിയിക്കുന്നു എന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം BJP ഒരു വടക്കേ ഇന്ത്യക്കാരുടെ പാർട്ടിയാണ്, ഹിന്ദി ഹൃദയഭൂമിയുടെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ വാദങ്ങൾക്കൊക്കെ ഏൽക്കുന്ന വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും BJPക്ക് MP മാരുണ്ടാകും. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും MP മാരുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമുള്ള ഒരു ക്യാബിനറ്റ് പോലും ഉണ്ടാകുമോ എന്ന് നമുക്കിപ്പോൾ സന്തോഷത്തിന് വക നൽകുന്നു എന്നാണ് ഈ ഫലങ്ങൾ കാണിക്കുന്നത്. ശ്രീ സന്ദീപ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പ്രധാനമായും നോക്കിയത് ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പലയിടത്തും ശ്രമിച്ചിരുന്നു. അത് സർവേ ആണെങ്കിലും റിസർവേഷൻ ആണെങ്കിലും ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചുള്ള ഇന്ത്യ ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശിൽ, അങ്ങനെ അവിടെയൊക്കെ കാസ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു ഗെയിം കളിക്കാൻ വളരെ തന്ത്രപൂർവ്വമായി ഇന്ത്യ മുന്നണി ശ്രമിച്ചിരുന്നു. ഈ സർവേ കണക്കുകൾ ശരിവെക്കുകയാണെങ്കിൽ അത്തരം കാസ്റ്റ് പൊളിറ്റിക്സിന്റെ കാലം ഭാരതത്തിൽ കഴിഞ്ഞു എന്നത് ഇന്ത്യ മുന്നണി മനസ്സിലാക്കിയിട്ടില്ല എന്നുകൂടി ഈ സർവേയുടെ ഫലങ്ങൾ നിരത്തിവെച്ചാൽ പറയാൻ സാധിക്കും, അല്ലേ? തീർച്ചയായും. കാരണം നമ്മളിപ്പോൾ എല്ലാവരും 21ാം നൂറ്റാണ്ടിനെ പറ്റി സംസാരിക്കുന്നു. 2047 ഇന്ത്യ എത്തേണ്ട ഹൈറ്റിനെ പറ്റിയാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത്. അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ഇന്ത്യ എത്തേണ്ട 5 ട്രില്യൺ ഇക്കോണമിയെ പറ്റി നരേന്ദ്രമോദിയും BJPയും സംസാരിക്കുമ്പോൾ എന്തായിരുന്നു കോൺഗ്രസ്, പ്രധാന പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെ എതിർക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ നയങ്ങളെ എതിർക്കുന്ന കോൺഗ്രസിന്റെ പ്രധാന ആയുധം എന്തായിരുന്നു? ഇവരെന്തു പറഞ്ഞാണ് BJPയെ നേരിട്ടത് എന്ന് കാണുന്നത്, ശരിക്കും വിലയിരുത്തുന്നത് വലിയ കൗതുകമുള്ളൊരു കാര്യമാണ്. BJP പറഞ്ഞത് 5 ട്രില്യൺ ഡോളർ ഇക്കോണമിയെ പറ്റി പറയുന്നു. നമുക്ക് ചാന്ദ്രയാൻ പദ്ധതികളെ പറ്റി, മംഗൾയാനെ പറ്റി, 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആകുന്ന സ്വപ്നം നാം പങ്കുവെക്കുന്നു. ബുള്ളറ്റ് ട്രെയിനുകളെ പറ്റി സംസാരിക്കുന്നു, അതിവേഗ തീവണ്ടികളെ പറ്റി, അതിവേഗ പാതകളെ പറ്റി. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സമഗ്രമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബായി ഭാരതം മാറുന്നതിനെ പറ്റി സംസാരിക്കുന്നു. GDPയുടെ വളർച്ചയെപ്പറ്റി നാം സംസാരിക്കുന്നു. ഈ സമയത്താണ് ഇന്ത്യയെ 50 വർഷത്തോളം അടക്കി ഭരിച്ച ഒരു പാർട്ടി അവരുടെ ആവതാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവരെടുത്ത് പ്രയോഗിച്ച ഒരായുധമാണ് ജാതി കാർഡ് എന്നുള്ളത്. ജാതി തിരിച്ച് സെൻസസ് നടത്തണം, അല്ലെ? എന്തായിരുന്നു അവർ പറഞ്ഞത്? എണ്ണത്തിൽ കൂടുതൽ അനുസരിച്ച് വിഭവങ്ങൾ വിഭജിക്കപ്പെടണം. ഇതൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞത്. അതായത് രാജ്യത്തെ ജനങ്ങളെ വീണ്ടും ജാതിയും മതവും പറഞ്ഞ് വിഭജിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ കോടാനുകോടി വരുന്ന, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ചെറുപ്പമുള്ള ഒരു രാജ്യമാണിന്ന് ഭാരതം. ഇന്ത്യയുടെ
ആവറേജ് ഏജ് എന്നുള്ളത് 45-നും 50-നും ഇടയ്ക്കുള്ള പ്രായമാണ് ഇന്ത്യയുടെ പ്രായം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. അപ്പോൾ ആ ഭാരതം ചെറുപ്പക്കാരെ പറ്റി ക്ഷമിക്കണം 30-നും 35-നും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ എണ്ണമാണ്. അപ്പോൾ ലോകത്ത് ഭാരതം നമ്മുടെ ചെറുപ്പക്കാരെ പറ്റി സംസാരിക്കുമ്പോൾ, ഐക്യത്തോടു കൂടി പോകേണ്ടതിനെ പറ്റി നാം സംസാരിക്കുമ്പോഴാണ് വളരെ അതിദയനീയമായ രീതിയിൽ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും അവർ നേതൃത്വം നൽകിയ ഇന്ത്യ മുന്നണിയും പുറത്തെത്തി സംസാരിച്ചത് ഞങ്ങൾ ജാതി തിരിച്ച് ഇന്ത്യക്കാരെ എണ്ണും, എന്നിട്ട് എണ്ണം അനുസരിച്ച് വിഭവങ്ങൾ ഷെയർ ചെയ്യും. അതിന്റെ ഒരു അനുരണനമല്ലേ കഴിഞ്ഞ പ്രകടന പത്രികയിൽ അല്ലെ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞത് പ്രധാനമന്ത്രി എടുത്ത് പറയുക കൂടി ചെയ്തില്ലേ? അപ്പോ ജാതി മതം തിരിച്ചുള്ള എണ്ണലിനപ്പുറത്തേക്ക് ഗൗരവതരമായ രാഷ്ട്രീയമൊന്നും തങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല. തങ്ങൾ പ്രതിനിധീകരിക്കുന്നത് പുതിയ ഇന്ത്യയുടെ സ്വപ്നങ്ങളെ അല്ല. ഇതാണ് കോൺഗ്രസ് വ്യക്തമായി ഇന്ത്യൻ വോട്ടർമാരുടെ മുൻപിൽ വെച്ച്. ഞാനീ പറയുന്നത് നമുക്ക് രാഷ്ട്രീയം മാറ്റി നിർത്തിയാണ് പറയുന്നത്. രണ്ട് മുന്നണികൾ തമ്മിലുള്ള പ്രചരണത്തിലെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തങ്ങൾക്ക് സഫലീകരിക്കാൻ പറ്റില്ല എന്ന് പറയാതെ പറയുകയായിരുന്നു കോൺഗ്രസ്. അങ്ങനെയുള്ള കോൺഗ്രസിന് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ വോട്ട് ചെയ്യുക? നാം ആരും ജാതിയുടെയും മതത്തിന്റെ പേരിലല്ലല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് ജനങ്ങളെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വിഭജിക്കാൻ ശ്രമിച്ചപ്പോൾ BJP അതൊന്നും പറയാതെ വികസനത്തെ പറ്റി, കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ തൊഴിൽ സാധ്യതകളെ പറ്റി, അവരുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ കരിപ്പിടിപ്പിക്കുന്നതിനെ പറ്റി ഒക്കെയാണ് നാം സംസാരിച്ചത്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ റിസൾട്ടുകളുടെ രൂപത്തിൽ പുറത്തു വരുന്നത്. യെസ്, സന്ദീപ് വാജ്പേയിയുടെ ആ നിരീക്ഷണം ഏറെക്കുറെ വളരെ ശരിയാണ് എന്ന് പറയും. കാരണം ഈ NDA സഖ്യമാണെങ്കിലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ മുന്നോട്ട് വെക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ, അത് സാധാരണക്കാരെ ബാധിക്കാത്ത വലിയ വലിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രചരണം നടത്താൻ ശ്രമിക്കുമ്പോൾ BJP എടുത്ത വലിയൊരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഇങ്ങോട്ട് നോക്കിയാൽ രാജ്യത്തെ സാധാരണക്കാരായ വിഭാഗം, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ മെയിൻ സ്ട്രീം ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്ന BJP വളരെ തന്ത്രപൂർവ്വം ആ ശ്രമങ്ങളിലേക്ക് ഇടപെട്ടിരുന്നു. അതിലെ വിജയം കണ്ടു. നമുക്കറിയാം, വളരെ ആക്ഷേപത്തോടു കൂടിയാണ് കേരളത്തിൽ ശൗചാലയങ്ങളെ പറ്റി പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കലാകാലങ്ങളായി അവിടുത്തെ സ്ത്രീകൾ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ശൗചാലയം. അത് ഉയർത്തിക്കാട്ടി അവിടെ അവർക്കത് നൽകിക്കൊണ്ടൊരു മുന്നേറ്റം നടത്താൻ BJP കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. പിന്നീട് സാനിറ്ററി നാപ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും, വീടുകളുടെ കാര്യത്തിൽ, പാചകവാത കണക്ഷൻ്റെ കാര്യത്തിൽ, കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ നമുക്ക് കേരളത്തിൽ ഇരുന്ന് കുടിവെള്ളത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരു പരിധിവരെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുടിവെള്ള പ്രശ്നം അതിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പോൾ അത്തരം സാധാരണക്കാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തോന്നുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യും. അത് കേരളത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് നിസ്സാരമായ പ്രശ്നങ്ങളാണ് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അത് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്ത് BJP നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടുവെന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോഴും ഒക്കെ നമുക്ക് വ്യക്തമാകുന്നു. ഇന്ത്യ മുന്നണി പുറത്തിറക്കിയ ജാതിക്കാട് ഏശില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് കേരളത്തിലടക്കം NDA മുന്നേറ്റമുണ്ടാക്കും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടകത്തിൽ വലിയ തിരിച്ചടി നേരിടും എന്ന് പറഞ്ഞ കർണാടകത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നു. പിന്നെ തമിഴ്നാട്ടിലും സാന്നിധ്യം ഉറപ്പിക്കുന്നു. മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ അവിടെയാണ് നായിഡുവുമായിട്ട് ചേർന്നതുകൊണ്ട് വലിയ നേട്ടം. അവിടെ ജഗൻ പൂർണ്ണ പരാജയമില്ല. TDPയുടെ കൂട്ടുകെട്ട് അവിടെ BJPക്ക് വലിയ ഗുണം ചെയ്യും. ഏതാണ്ട് 10 വരെ സീറ്റുകളാണ് പല സർവേകളുടെ ആവറേജ് കണക്കുകൾ പരിശോധിച്ചാൽ 7 മുതൽ ഏതാണ്ട് 9 സീറ്റുകൾ വരെയാണ് പല സർവേകളുടെയും ഒരു ശരാശരി കണക്കുകൾ പരിശോധിച്ചാൽ അവിടെ NDA സഖ്യത്തിന് BJPക്ക് പറഞ്ഞിരിക്കുന്നത്. യെസ്, എന്തായാലും മൊത്തത്തിൽ ഒരു 300 മുതൽ 360 വരെയുള്ള സീറ്റുകൾ നേടുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല 200-ൽ താഴെ ഇന്ത്യ മുന്നണിക്ക് അത്രയേ സീറ്റുകൾ ലഭിക്കൂ. അതിൽ ഏതാണ്ട് 25-ലധികം സീറ്റുകൾ ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ DMK മറ്റുള്ള കൂട്ടുകെട്ടാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ വലിയൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക്. അതിൻ്റെ ഒരു ആകത്തുകയാണ് ഈ 200-ൽ താഴെ എന്നുള്ളത്. ഡോക്ടർ മോഹൻ വർഗീസ, എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് എല്ലാ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചധികാരത്തിൽ വരുമെന്നും മോദി പ്രധാനമന്ത്രി പദത്തിൽ തുടരും എന്ന സൂചനയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്.
ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട കഴിഞ്ഞ പ്രാവശ്യം കേവലം 29 സീറ്റ് മാത്രം, 131 സീറ്റാണ് ദക്ഷിണേന്ത്യയിലാകെ ഉള്ളത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകം, കേരളം, തമിഴ്നാട് ഈ 5 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന ദക്ഷിണേന്ത്യൻ ഭൂമികയിൽ 139-ൽ BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷേ 29 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും BJP മത്സരിക്കാനിറങ്ങിയത് NDA എന്ന രീതിയിൽ. തമിഴ്നാട്ടിൽ വലിയ ഒരു നമ്പർ പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് DMK നഷ്ടപ്പെട്ടു എങ്കിൽ പോലും മറ്റ് പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു വലിയ ഒരു പ്രതീക്ഷയാണ്. കേവലം 4 മുതൽ 5% വരെ വോട്ടുണ്ടായിരുന്നത് 2019-ൽ നിന്നും 24-ൽ എത്തി നിൽക്കുമ്പോൾ ഒരു 13-14% വോട്ടിലേക്ക് ഉള്ള വർധന തമിഴ്നാട്ടിൽ കാണുന്നു. അത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യുമ്പോൾ 2-3 സീറ്റ് എന്ന പ്രൊജക്ഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെ DMK-യുടെ ഒരു തേരോട്ടം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായ സംസ്ഥാനം അത് ഒരുപക്ഷെ ഇവിടെയും തുടരുന്നു എന്ന് വേണേൽ കാണാം. കേരളത്തിലും BJPക്ക് ഒരുപക്ഷെ താമര വിരിക്കാനുള്ള അവസരം വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAക്ക് കേരളത്തിൽ PC തോമസിലൂടെ IFDP സ്ഥാനാർത്ഥി PC തോമസിലൂടെ മൂവാറ്റുപുഴ സീറ്റ് 2004-ൽ ലഭിച്ചതാണ്. പക്ഷേ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒന്നുകിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ 2 സീറ്റുകളും ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരളവും തമിഴ്നാടുമാണ് ഏറ്റവും അധികം പിന്നോട്ട് നിൽക്കുന്ന, BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. എന്നാൽ അഭൂതപൂർവമായ നമ്പേഴ്സാണ് ആന്ധ്രാപ്രദേശിൽ കാണുന്നത്. ആന്ധ്രാപ്രദേശിൽ BJPയും തെലുങ്ക് ദേശം പാർട്ടിയുമായി ഉണ്ടായ കൂട്ടുകെട്ട് അവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആന്റി ഇൻകംബൻസിയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നു. ശ്രീ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടിയുടെ തേരോട്ടമായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്നാൽ YSR കോൺഗ്രസിന് കൃത്യമായ സീറ്റുകൾ ലഭിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു അവസരത്തിൽ ഏതാണ്ട് ഒരു സ്വീപ്പിലേക്ക് ആന്ധ്രാപ്രദേശ് നീങ്ങിയാൽ ഈ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ സൗത്ത് ഇന്ത്യയിൽ ലഭിക്കുന്നത് ഒരുപക്ഷെ BJP മത്സരിക്കുന്ന 5-6 സീറ്റിൽ മാത്രമാണ്. പക്ഷേ സഖ്യകക്ഷിയായ TDPയുടെ ചിറകിലേറി വർദ്ധിത വീര്യത്തോടുകൂടി ആന്ധ്രാപ്രദേശ് പിടിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളവും ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ നേട്ടമാണ്. കർണാടകത്തിൽ പൊതുവെ കണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ മധ്യേ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായ ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ കാണുന്ന സൂചന അനുസരിച്ച് നേട്ടമുണ്ടാക്കുന്നു എന്ന മട്ടിലാണ്. ഭൂരിപക്ഷം സീറ്റുകളും മഹാഭൂരിപക്ഷം സീറ്റുകളും 20-ലധികം സീറ്റുകൾ 28-ൽ 20-ലധികം സീറ്റുകളിൽ മുന്നോട്ട് പോകും എന്ന നിഗമനം ഒരുപക്ഷെ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. 26 സീറ്റുകൾ വരെ 26 സീറ്റുകൾ വരെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റുകൾ തന്നെയാണ്. 28-ൽ 1 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് ജനതാദളിനും പോയി കഴിഞ്ഞാൽ ബാക്കി 26 സീറ്റാണ് കഴിഞ്ഞ 2019-ൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ തൽസ്ഥിതി തുടരുന്നു. അതുകൊണ്ട് കാര്യമായ നഷ്ടങ്ങളൊന്നും ദക്ഷിണേന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. ആന്ധ്രാപ്രദേശിലേത് നേട്ടമാണ്. തെലങ്കാനയിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 17 സീറ്റിൽ 4 സീറ്റ് എന്നത് ഒരുപക്ഷെ 6-7 സീറ്റായി ഉയർത്താൻ കഴിയും എന്ന നിലയിലാണ് എക്സിറ്റ് പോളിന്റെ സർവേ റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു കാര്യം കൂടി ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ്. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ നേടാനാവും എന്ന പ്രതീക്ഷയൊക്കെയാണ് ഇന്ത്യ. അതിലൊരു ചെറിയ കൗതുകം കൂടി ഉണ്ടായിരുന്നു. നാളെ വീണ്ടും കെജ്രിവാൾ ജയിലിലേക്ക് പോവുകയാണ്. അതെ. പക്ഷേ അദ്ദേഹം നിരാശനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വരുന്ന സൂചനകൾ ബംഗാളും അതുപോലെ ഡൽഹിയും BJPക്കൊപ്പം എന്നുള്ളതാണ്. കെജ്രിവാൾ വിഷയം സജീവമായി ഉന്നയിച്ചിട്ട് ഡൽഹിയിൽ പോലും അവർക്കൊരു ചലനം ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് മാത്രമല്ല ഒരു കൗതുകമുണ്ട്. ഇപ്പോൾ ഈ 200 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി എത്തില്ല എന്നാണ് എല്ലാ സർവേകളും ഒരേപോലെ പറയുന്നത്. അവിടെ നേരെ ആദ്യം സൂചിപ്പിച്ച പോലെ ശ്രീ മോഹൻ വർഗീസ് കോൺഗ്രസ് അവിടെയാണ് ഏറെ കൗതുകം. ഇത് പല സംസ്ഥാനങ്ങളും തമിഴ്നാടാണെങ്കിൽ DMK-യുമായിട്ട് സഖ്യം ചേരുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന സഖ്യം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിന് ഭൂപടത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോറും ഇങ്ങനെ മാഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നു എന്ന് വേണം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനകൾ വെച്ച് വിലയിരുത്താൻ. അങ്ങനെ കൂടി വിലയിരുത്തണ്ടേ? കേരളത്തിൽ മാത്രം മുഖരക്ഷിക്കാൻ പറ്റുന്നു കോൺഗ്രസിന്. ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ലഭിക്കുന്ന ഒരു ഡബിൾ ഡിജിറ്റ് സീറ്റുകൾ കേരളത്തിൽ ലഭിക്കും കോൺഗ്രസിന്. തമിഴ്നാട്ടിൽ 8 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തെലങ്കാന സംസ്ഥാനത്ത് ഒരുപക്ഷെ 7-8 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ്. അത് കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ, ഇപ്പം ആം ആദ്മി പാർട്ടിയുടെ ചിറകിലേറെ ഡൽഹിയിൽ 7 സീറ്റിൽ 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. പക്ഷെ അവിടെ വലിയ പ്രതീക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റിലും BJP ജയിച്ചത് 50%-ലധികം വോട്ട് നേടിയാണ്. ഹരിയാനയിൽ കഴിഞ്ഞ
തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ 9 സീറ്റിലും ദേശീയ ജനാധിപത്യ സഖ്യം ജയിച്ചത് 50%-ലധികം 50%+ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വലിയ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഹരിയാന, ഡൽഹി, പഞ്ചാബ്. ഈ പഞ്ചാബിൽ സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ നേരിട്ട് മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ഡൽഹിയുടെ സൂചനകൾ വരുമ്പോൾ അവിടെ 6 സീറ്റോളം BJPക്ക് ലഭിക്കുമെന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഏറ്റവും അധികം പ്രയോജനം ചെയ്യേണ്ട 2 സംസ്ഥാനങ്ങൾ ഡൽഹി സംസ്ഥാനവും ഹരിയാന സംസ്ഥാനവുമാണ്. അവിടെ ഡൽഹിയുടെ കാര്യം ഇപ്പോൾ വരുന്നു, ഹരിയാനയുടെ കാര്യം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ല. ഹരിയാന എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഹരിയാനയിൽ ഒരുപക്ഷെ കടുത്ത മത്സരമുണ്ട്, ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഹരിയാനയിലെ തന്നെ ഒരു പല ഫോർമേഷൻസും മാറി വരുന്നു. അപ്പൊ അത് നമുക്ക് പറയാനൊക്കില്ല. മൊത്തത്തിൽ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി വലിയ പ്രതീക്ഷ വെച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അധികം മുന്നോട്ട് പോകാനാവുന്നില്ല എന്ന ഒരു പ്രതീക്ഷയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചിരുന്ന 54-55 സീറ്റിൽ നിന്നും കുറെ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന നിഗമനങ്ങൾ. പക്ഷേ അത് വലിയൊരു വേവായിട്ട് കൺവേർട്ട് ചെയ്യാനോ ഇന്ത്യ മുന്നണിയെ ഭൂരിപക്ഷത്തിൽ എത്തിക്കാനോ അല്ല എങ്കിൽ ഈ ത്രഷോൾഡ് ഉമ്മറപ്പടി എന്ന് പറയുന്ന ഒരു 200 സീറ്റിലേക്കെങ്കിലും എത്തിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇപ്പോഴത്തെ നിഗമനങ്ങൾ അനുസരിച്ച് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് കേരളത്തിൽ 17 വരെ സീറ്റുകൾ പരമാവധി പ്രവചിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 10 സീറ്റിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ 2 സംസ്ഥാനങ്ങളിലും ഒപ്പം കർണാടകയിലെയും കൂടി പരിശോധിച്ചാലും അത്തരം സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് അല്പമെങ്കിലും ഒരു മേൽക്കൈ എന്നാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ കണക്കിൽ ഏറെക്കുറെ ഏറെ കൗതുകകരമായ ഒരു സർവേ കൂടി വന്നിട്ടുണ്ട്. ശ്രീ എൽദുബിയാർ, ജൻ കി ബാത്തിന്റെ ഒരു സർവേ വന്നിരിക്കും. അത് ഓരോ റീജൻ തിരിച്ചുള്ള സർവേകൾ നോക്കിയാൽ ദക്ഷിണ ഭാരതത്തിൽ അവരുടെ സർവേ പ്രകാരം ആകെ 129 സീറ്റുകൾ, അതിൽ 34 സീറ്റുകൾ BJPക്ക്, കോൺഗ്രസിന് 33. അത് കഴിഞ്ഞ നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ അവിടെ NDAക്കാണ് അവിടെ മേൽക്കൈ ഉണ്ടാവുന്നത്. പിന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ ബെൽറ്റിലേക്ക് പോയാൽ അവിടെ 101 സീറ്റുകളിൽ 75 BJP ക്യാമ്പിന് അനുകൂലമായാണ് ആ സർവേ പുറത്തു വരുന്നത്. പിന്നീട് ബീഹാർ ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ നോക്കിയാൽ 117 സീറ്റുകളിൽ 66 സീറ്റ് അവിടെയാണ് അല്പം ഒരു +/- എന്നുകൂടി അവിടെ ചേർക്കുന്നുണ്ട്. പിന്നീട് നോർത്ത് ഈസ്റ്റ്, അവിടെയാണ് ഏറെ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂർ ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന നോർത്ത് ഈസ്റ്റിൽ ആകെയുള്ള 25 സീറ്റുകൾ അവിടെ BJP സഖ്യകക്ഷിയായിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ നോർത്ത് ഈസ്റ്റ് മുന്നണി എന്ന ഒരു സംവിധാനമുണ്ട്. അത് മാറ്റി നിർത്തിയാൽ BJPക്ക് അവിടെ 14 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസിന് അവിടെ 4 സീറ്റുകൾ മാത്രമാണുള്ളത്. അങ്ങനെ ഓരോ പ്രദേശങ്ങൾ തിരിച്ച്, രാജ്യത്തിൻ്റെ ഓരോ റീജിയണൽ തിരിച്ച് പരിശോധിച്ചാലും എല്ലാ ഇടങ്ങളിലും NDA ക്യാമ്പിന് ഒരു നേട്ടം. ജൻ കി ബാത്തിന്റെ സർവേ ഈ നേരത്തെ മറ്റ് സർവേകളെ ശരിവെച്ചുകൊണ്ട് തന്നെ അവരുടെ സർവേയും അത്തരത്തിൽ തന്നെയാണ് ഒരു കണക്ക്. വിഷയം, കെജ്രിവാൾ ഫാക്ടർ, ഇതൊന്നും ഏശിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഡൽഹിയിൽ BJP ക്യാമ്പ് പോലും പ്രതീക്ഷിച്ചിരുന്നത് അവിടെ ഒരു സീറ്റ് വരെ കുറയാൻ സാധ്യതയുണ്ട്. 7-ൽ 6 സീറ്റ് മാത്രമേ വിജയിച്ചു കയറാൻ സാധ്യതയുള്ളൂ. ഒരു സീറ്റിൽ ഒരു അല്പം ആശങ്ക NDA ക്യാമ്പിന് പോലും ഉണ്ടായിരുന്ന അവസരമുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടാവില്ല, ഒരു തൂത്തുവാരൽ അവിടെയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ 13 സീറ്റിൽ 11 NDAക്ക് വിജയം ഉണ്ടാകുമെന്നാണ് ഈ സർവേയിൽ, ഇപ്പോൾ ജൻ കി ബാത്തിന്റെ സർവേയിലെ പ്രാഥമിക 42 സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിലും NDAക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടവേള കൂടി, ഉടൻ തിരിച്ചു വരാം.